പണ്ട് കാലത്ത് എല്ലാവരും പൂണൂലിടുമായിരുന്നു. പൂണൂലെന്ന് പറഞ്ഞാൽ ഒരു ജാതി ചിഹ്നമല്ല, അതെല്ലാവരും ഇടുന്നതാണ്. 3 ഇഴ പൂണുനൂൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇട, സുഷുമ്ന, പിങ്കള എന്ന് പറയുന്ന 3 നാഡിയും, ഭൂർ ഭുവസ്വ എന്ന് പറയുന്ന 3 ലോകങ്ങളും, സത്വരജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളും ഒക്കെയാണ്. അങ്ങനെയുള്ള ഗുണങ്ങളാകുന്ന ആ പൂണുനൂല് എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രകൃതി വള്ളിയിൽ നിന്ന് നമുക്ക് ഭക്ഷണം കിട്ടാനുള്ള വഴിയാണ്. ഏതുപോലെ നോക്കിക്കോളൂ, വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻ്റർനെറ്റ് എടുത്ത് പരിശോധിക്കുക, നമ്മളെ എംബ്രിക്കൽ കോഡ് എങ്ങനെയാണെന്ന്. അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത് എംബ്രിക്കൽ കോഡ്, അതായത് പൊക്കിൾ കൊടിയിലുള്ള ആ കൊടിയിലൂടെയാണ് അമ്മയുടെ ഭക്ഷണം നമുക്ക് കിട്ടുന്നത്. ആ ഭക്ഷണം നമുക്ക് കിട്ടുന്നത് പോലെ നമുക്ക് അമ്മ തരുന്ന ഭക്ഷണം, ഗർഭസ്ഥ ശിശുവിന് ഭക്ഷണം കിട്ടുന്നത് പൊക്കിൾ കൊടിയിലൂടെയാണ്. അതുപോലെ പ്രപഞ്ചമാകുന്ന അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഭക്ഷണത്തിൻ്റെ വഴിയാണ് പൂണുനൂല് അഥവാ ഉപനയനം അഥവാ യജ്ഞോപവീതം എന്ന് പറയുന്നത്. ഉപനയനം എന്ന് പറഞ്ഞാൽ 2 കണ്ണുണ്ട്. പ്രധാന നയനം ഗുരുവിൻ്റെയും ചെറിയ നയനം നമ്മുടെയുമാണ്, ശിഷ്യന്മാരുടെയാണ്. ആ ശിഷ്യന്മാരായ ഉപനയനക്കാർ, പൂണൂലിട്ട് നടക്കുന്ന ആളുകളെ യഥാർത്ഥത്തിൽ വ്രതങ്ങൾ പാലിക്കുമ്പോഴാണ് നമ്മൾ മറ്റൊക്കെ മുടിയൊക്കെ വടിച്ചു കളയും. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമുക്കിങ്ങനെ വാസനകൾ ഇങ്ങനെ പെരുകാൻ തുടങ്ങും. നമ്മൾ വാസനകൾ കുട്ടികളാവും, വലുതാകുന്നതിനനുസരിച്ച് വാസന പെരുകും. ഈ വാസന പെരുകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, ഈ വാസനയുടെ രൂപമായിട്ട് കാണുന്നത് നമ്മുടെ മുടിയാണ്. ആ മുടിയൊക്കെ വടിച്ചിട്ട് അവിടെ ഒരു ശിഖ മാത്രം വയ്ക്കും. എന്താ വെച്ചാൽ പ്രപഞ്ചവള്ളിയുമായി ഇവനൊരു ബന്ധമുണ്ടാവട്ടെ, പ്രപഞ്ചവള്ളി. അതേപോലെ തന്നെയാണ് മേഖല. അതാണ് പിന്നീട് ബെൽറ്റൊക്കെ ആയിട്ട് മാറിയത്. പിന്നീട് ബെൽറ്റൊക്കെ ആയി മാറി, കാരണം പാൻറ് ഊരി വീണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് അത് മാറി. യഥാർത്ഥത്തിൽ അത് ഉദ്ദേശിച്ചതല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് അവനവൻ്റെ ജെനിറ്റൽ ഓർഗനെ അഥവാ ലൈംഗിക അവയവത്തെ നിയന്ത്രിക്കുന്നത് എന്ന അവബോധത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മേഖല ബ്രഹ്മചാരി ധരിക്കണം എന്ന് പറഞ്ഞത്. എങ്കിലേ വീര്യ സംരക്ഷണം സാധിക്കൂ. വീര്യ സംരക്ഷണത്തിലൂടെ മാത്രമേ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കാനും ഓജസ്സിൻ്റെ വർധനവും അതിലൂടെ ധ്യാനം പരിശീലിക്കാനും കഴിയൂ എന്നതുകൊണ്ടാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള ആളുകളെ ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടായ ആചാര്യന്മാരുടെ ഫലമാണ് ഇന്നത്തെ ഭാരതീയ സംസ്കാരം എന്ന് നശിക്കാതെ നിലനിൽക്കുന്നതെന്ന് കൂടി ഓർക്കണം. കാരണം മഹാഭാരതത്തിലും അതേപോലെ പാണിനിയും ഒരുപോലെ പറയുന്നൊരു വാചകമുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ ഒരു കാലത്ത് നൈഷ്ഠിക ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് ഉപാസന ചെയ്തതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത്.